ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ മണ്ഡലത്തിലാണ്. മണ്ഡലം നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും തമ്മിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്ന തൃശ്ശൂരിലെ മണ്ഡലമാണ് ഗുരുവായൂർ. ഇവിടെ ഇപ്പോൾ വലിയ ശക്തമായ മത്സരം നടക്കുമ്പോൾ ഗുരുവായൂർ മണ്ഡലം വാർത്തകളിൽ നിറയുന്നത് NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ ഉയർത്തുന്ന വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. ചാവക്കാടാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ചാവക്കാട് ഈ നമുക്ക് പിന്നിൽ കാണുന്ന ഇതാണ് വിവാദമായ B. ഗോപാലകൃഷ്ണന്റെ പോസ്റ്റർ. കഴിഞ്ഞ 50 വർഷത്തെ അവഗണന ഇത് മാറ്റത്തിനായി എന്ന് പറഞ്ഞുള്ള ഈ ഫ്ലെക്സിലാണ് 1977 മുതൽ 2021 വരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള MLA-മാരുടെ പേര് വിവരം B. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് ഈ വിവാദത്തെക്കുറിച്ച് നമ്മൾ ഗോപാലകൃഷ്ണനോട് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് താൻ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ വസ്തുത പറയുന്നതിൽ ഒരു തെറ്റുമില്ല, എന്ത് നടപടി ഉണ്ടായാലും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് B. ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇതിനെ ഒരു പ്രചരണ ആയുധമാക്കുന്നുണ്ട് മറ്റ് മുന്നണികൾ എന്നത് നമുക്ക് കാണാം. വർഗീയതയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഗ്യാസ് എവിടെയാണ് എന്ന കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാണോ? എന്താണ് മണ്ഡലം ചിന്തിക്കുന്നത്? നമുക്ക് ചാവക്കാട് ആണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ തന്നെ ജനങ്ങളോട് ചോദിക്കാം. ഗുരുവായൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് നമുക്ക് ഈ വർഗീയത ഈ രീതിയിൽ ചർച്ചയാകുന്നതിനെ അവരെങ്ങനെ കാണുന്നു എന്നത് അവരോട് തന്നെ ചോദിച്ചറിയാം. ഗുരുവായൂരുകാരനാണോ? ഇവിടുത്തുകാരനാണ്. ഓട്ടുണ്ട്. എങ്ങനെയാ മണ്ഡലത്തിലെ സാഹചര്യമൊക്കെ? നല്ല പോരാട്ടമാണ്. ഈ ഗോപാലകൃഷ്ണന്റെ പോസ്റ്ററൊക്കെ വലിയ ചർച്ചയാണ്. അത് കാര്യങ്ങളല്ല. അതൊന്നും നോക്കിയല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്. മത്സരം ഇതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. ഇവിടെ വർഗീയതയൊന്നും വില പേശില്ല. വർഗീയതയ്ക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല ഇവിടെ എന്നതാണ് പറയുന്നത്. ഇതൊരു മാർക്കറ്റ് ആണല്ലേ? ഈ മാർക്കറ്റിൽ നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. ഓട്ടോ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ചർച്ചകളൊക്കെ ജനം തള്ളിക്കളയും. ഗുരുവായൂർ എന്ന് പറഞ്ഞാല് എല്ലാ നാനാജാതി മതസ്ഥരുള്ള സ്ഥലമാണ്. ഇവിടെ ഇങ്ങനത്തെ വർഗീയതായിട്ട് വന്നാലൊന്നും ഇവിടെ വോട്ട് പിടിക്കാൻ പറ്റില്ല. കിട്ടുന്ന വോട്ടടക്കം ഇല്ലാണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മതസൗഹാർദ്ദമുള്ളൊരു ഇതാണ് ഗുരുവായൂർ നിയോജകമണ്ഡലം. ഇങ്ങനത്തെ ഇതൊന്നും കൊടുത്താലൊന്നും വോട്ട് പിടിക്കാൻ പറ്റില്ല. ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം, ടൈറ്റ് മത്സരം. LDFും UDFും തമ്മിലുള്ള അതിശക്തമായ മത്സരം എന്നാണ്. ഇവിടെ വോട്ടുണ്ടോ? എങ്ങനെയാ മത്സരം? എങ്ങനെ കാണുന്നു? നല്ല ശക്തമാവും. എന്തായാലും രണ്ട് പാർട്ടികൾ തമ്മിൽ LDF UDFും തമ്മിലാണ് മത്സരം. ഗോപാലകൃഷ്ണൻ ഈ വാർത്ത ഉണ്ടാക്കുന്നതേ ഉള്ളൂ, വേറെ ഫലമൊന്നുമില്ല. അതിപ്പോ അങ്ങനെയാണല്ലോ. സുരേഷ് ഗോപി വന്നിട്ട് ഒന്നും കാര്യമായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. അത് ജനങ്ങളുടെ മനസ്സിലൊരു ഇതായിട്ട് ഉണ്ട്, ഒരു വർഷമായിട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വലിയ ചാൻസ് കാണുന്നില്ല. സുരേഷ് ഗോപി വന്നിട്ട് എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ആളുകൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്ന വസ്തുതയാണെങ്കിലും തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ സ്വാധീനിക്കില്ല എന്നൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഇവിടെയുള്ളതാണോ? ഗുരുവായൂരുകാരനാണോ? എങ്ങനെയുണ്ട് മത്സരമൊക്കെ? തെരഞ്ഞെടുപ്പ് മത്സരം ഉഷാറാണ്. സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ വന്നത് വളരെ മോശമായി. നാണക്കേടായി. അങ്ങനൊരു ഇത് വരാൻ പാടില്ലായിരുന്നു. അത് കുഴപ്പമില്ല, ജനങ്ങളല്ല തീരുമാനിക്കുക. ഇനി ഇലക്ഷന്റെ വോട്ടില്ലേ അവരെന്ത് ചെയ്തിരിക്കും. അതെ അതെ അതെ, ജനങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, ആർക്ക് വോട്ട് ചെയ്യണ്ടെന്നില്ല. അത് അവര് തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണ്ടെന്ന്. ഓക്കെ, ശരി. ഗുരുവായൂർ വോട്ടുണ്ടോ ഇവിടെ? ഇതൊക്കെ ചർച്ചയാണോ? ചർച്ചയാണല്ലോ. ചർച്ച ചെയ്യണം. ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം വരണം എന്നുള്ള തീരുമാനമാണ്. സ്ഥാനാർത്ഥികളെല്ലാം വന്നിരുന്നോ? സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നു. ഈ നിലയിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആളുകൾ ഒരുമിച്ച് സന്തോഷത്തോടെ പോകുന്ന ഇടമല്ലേ ഇതൊക്കെ? അതങ്ങനെ തന്നെയാണ്. ചേഞ്ച് വരില്ല എപ്പോഴും. എന്താ എങ്ങനെയാ ഇവിടുത്തെ സാധ്യതകളെ കാണുന്നത്? എല്ലാവരും ജയിക്കും വിചാരിക്കുന്നു. പണിയെടുക്കുന്ന പ്രചരണത്തിൽ നല്ലതുപോലെ പണിയെടുക്കുന്നവർ ജയിക്കുമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂർ ഇവിടെ വോട്ടുണ്ടോ? സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ? എങ്ങനെയുണ്ട് മത്സരം? കടുത്ത പോരാട്ട. മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാവോ? മാറ്റുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പോസ്റ്ററൊക്കെ വലിയ ചർച്ചയാണല്ലോ. ചർച്ച തന്നെയാണ്. അതൊക്കെ ആളുകൾ നോക്കുവോ വോട്ട് ചെയ്യാൻ? ആർക്കും നോക്കില്ലേ, നോക്കണ്ട വോട്ട് ചെയ്യോ? വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ല ഇവിടെ.
വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. ഇല്ല ഉള്ള ആൾക്കാരാന്ന് പറയാ എല്ലാം നോക്കും. ശരി. നല്ല തിരക്കുള്ള സമയമാണ്, നല്ല തിരക്കില് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? ഓ എല്ലാരും വരുന്നുണ്ട്. എന്തൊക്കെ നോക്കിയാ നിങ്ങൾ വോട്ട് ചെയ്യാ? എന്താ നിങ്ങളുടെ വോട്ടിന്റെ മാനദണ്ഡം എന്താ? വോട്ടിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും പറയുമ്പോ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞില്ലേ കാണുള്ളൂ. വോട്ട് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല, ഒരു കഥ ഇല്ലേ ഈ പോസ്റ്ററൊക്കെ രാഷ്ട്രീയം പറയല്ല. ഒരു മിനിറ്റാ, വലിയ തിരക്കാണ് എങ്കിൽ പോലും ഒരു ആത്മരോഷം ഉണ്ടാവുകയാണ്. ഇവിടെ വോട്ടുണ്ടോ? സ്ഥാനാർത്ഥികളൊക്കെ കണ്ടിരുന്നോ? എന്താ ഇവിടുത്തെ പ്രധാന ചർച്ച? ഇവിടെ മാറ്റങ്ങൾ പിന്നെ ഈ ഫ്ലക്സിന്റെ ചർച്ച ഉണ്ട്. ഈ ഫ്ലക്സ് ബോർഡ് അതൊക്കെ ജനങ്ങളിലെ ആ രീതിയിൽ ചർച്ചയാവുന്നുണ്ടോ? ചർച്ച ആവുന്നുണ്ട്. അങ്ങനെ മാറുവോ? ചാൻസ് ഇല്ല. അങ്ങനെ ഫ്ലെക്സ് കണ്ടുള്ള ഒരു മാറ്റത്തിന് ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ വോട്ടുണ്ടോ? ഇവിടെ വോട്ടുണ്ട്. എന്താ ചാൻസ്? എങ്ങനെയാ കാണുന്നേ? ഒന്നും പറയാൻ പറ്റുന്നില്ല. മത്സരമാണോ? അത്രയ്ക്ക് വലിയ മത്സരമാണോ? തീർച്ചയായിട്ടും. അത് LDF-ഉം UDF-ഉം തമ്മിലാണോ അതോ മാറ്റത്തിനായി വോട്ട് ചോദിക്കുന്ന ഗോപാലകൃഷ്ണൻ കളത്തിലുണ്ടോ? ഗോപാലകൃഷ്ണൻ കളത്തിലുണ്ട്, UDF-ഉം LDF ഒക്കെ കളത്തിലുണ്ട്. അപ്പോ ശക്തമായ മത്സരം മൂന്ന് മുന്നണികളും തമ്മിലുണ്ട്. ഈ ഫ്ലെക്സ് ഒക്കെ ചർച്ചയാണോ? തീർച്ചയായിട്ടും. വോട്ടുണ്ടോ? വോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ല. തൃശ്ശൂർ തന്നെ? ആ തൃശ്ശൂർ അഞ്ചങ്ങാടി. ശരി. ഇവിടെയാണോ? ഗുരുവായൂരാണോ വോട്ട്? കുന്നംകുളത്താണോ? ഇവിടെ ബിസിനസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ എങ്ങനെയുണ്ട്? പ്രചരണമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ഇവിടെ ഈ നിങ്ങളുടെ കടയുടെ മുന്നിലാണല്ലോ ഈ ഫ്ലെക്സ് ഒക്കെ വന്നിരിക്കുന്നത്. വലിയ ചർച്ചയാണല്ലോ. കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വോട്ടിങ്ങിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്വാധീനിക്കുന്ന തരത്തിലുണ്ടോ? ചില ഭാഗത്ത് ചില ആൾക്കാർക്ക് ബാധിക്കും. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? നന്നായി നടക്കുന്നുണ്ട്. വാശിയേറിയ പോരാട്ടമാണോ? ആരൊക്കെ തമ്മിലാ മത്സരം? ഇവിടെ LDF, BJP, CPM. അത് തന്നെ. ഏതൊക്കെ മുന്നണികൾ തമ്മിലാണ് ശക്തമായ മത്സരം? LDF-ഉം UDF-ഉം തമ്മിലാണോ? ഗോപാലകൃഷ്ണന്റെ ഈ ഫ്ലെക്സ് ഒക്കെ വലിയ വാർത്തയും വിവാദവും ഒക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇല്ല, അതൊന്നും ഇവിടെ ചർച്ചയല്ലേ? നമുക്ക് ചർച്ചയില്ല. നമുക്ക് ചർച്ചയല്ല. ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇത് മാറണമെന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അയാൾ പറയുന്നല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ്, നമുക്കത് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഹലോ, വോട്ടുണ്ടോ ഇവിടെ? വോട്ട് ഇവിടെ ഉണ്ട്. ഗുരുവായൂരിലെ വോട്ടറാണ്. ഇത്തവണത്തെ മത്സരത്തെ എങ്ങനെയാ കാണുന്നേ? നമ്മക്ക് അങ്ങനത്തെ ഒരു വലിയൊരു അഭിപ്രായം ഇല്ല. ഈ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററൊക്കെ വലിയ ചർച്ചയാവുന്നത് ശ്രദ്ധിച്ചിരുന്നോ? അതൊക്കെ ഓരോരുത്തരും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ മറ്റോരും പറയും, ഇവരും പറയും. അങ്ങനെ ജനം അതൊന്നും നോക്കില്ല അല്ലേ? നോക്കൂ, അതോ നോക്കൂ? ജനം അങ്ങനെ ഒന്നും നോക്കൂല. ജനം അവർക്ക് ഇഷ്ടമുള്ള ഒരു ചെയ്യും, ആരെന്ത് പറഞ്ഞാലും. എല്ലാവരും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ജനം അതൊന്നും നോക്കി ആയിരിക്കില്ല വോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടുത്തെ വോട്ടറാണോ ഗുരുവായൂർ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ മത്സരം? ശക്തമായ മത്സരമാണ്. LDF, UDF തമ്മിലാണോ? സുരേഷ് ഗോപിക്ക് കിട്ടാത്തൊരു ലീഡ് എന്തായാലും ഗോപാലകൃഷ്ണൻ കിട്ടൂലല്ലോ. കാരണം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തില് 7 അസംബ്ലി മണ്ഡലത്തിലും 6 എണ്ണത്തിലും മൃഗീയ ഭൂരിപക്ഷത്തിന് സുരേഷ് ലീഡ് ചെയ്തപ്പോൾ ഗുരുവായൂർ കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഗോപാലകൃഷ്ണന് പക്ഷേ ഗോപാലകൃഷ്ണന്റെ ഈ വിവാദങ്ങളൊക്കെ വലിയ ചർച്ചയാ. അത് താല്പര്യമുള്ള വോട്ടുകൾ ഞങ്ങളെപ്പോഴും നോട്ടില്ല. അത് ഇവിടെ മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ പറ്റിയിട്ടുണ്ട്. ചർച്ച ആയിക്കോട്ടെ, വലിയ കാര്യമൊന്നുമില്ല. അത് അതുമായി ബന്ധപ്പെട്ടു. അത്രയും ഇവിടുത്തെ ജനങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. അത് ഉണ്ടായിരുന്നു വരും. ഇത് ചർച്ചയാക്കിയത് കൊണ്ട് മാത്രം കിട്ടേണ്ട വോട്ട് ചിലപ്പോൾ കിട്ടാതെ വരും. അപ്പൊ മതനിരപേക്ഷരാണ്, നിരപേക്ഷതയുടെ നാടാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ചയാക്കിയത് കൊണ്ട് മാത്രം ഗോപാലകൃഷ്ണന്റെ വോട്ട് കുറയാന്ന് പറയുന്നവരുമുണ്ട്. എങ്ങനെയാ ഇന്നത്തെ ഇത്തവണത്തെ മത്സരത്തെ കാണുന്നത്? മത്സരം ശക്തമായ മത്സരമാണോ? അതിപ്പോ മൂന്നും കുഴപ്പമില്ലാത്ത മത്സരമാണ്. ഗോപാലകൃഷ്ണന്റെ ഈ ഫ്ലെക്സ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് വന്നത് എങ്ങനെയാ കാണുന്നത്? അത് പൈസ ഉണ്ടാവുമല്ലോ. അത് പൈസ വലിയ ഫ്ലെക്സ് വെച്ചു. കണ്ടില്ലേ അതിലെ വിവാദമൊക്കെ? വിവാദം ചില പാർട്ടിയുടെ പൈസ കൊണ്ട് ചിലവാക്കുന്നത്, ഇത് ജനങ്ങളുടെ പൈസ കൊണ്ട് ചെയ്യുന്നത്. അത്രയുള്ള വ്യത്യാസം. അത് ചൂണ്ടിക്കാണിക്കുന്നത് LDF-ന്റെ വലിയ ഫ്ലെക്സ് ആണ്. CM-ന്റെ എല്ലാ മേഖലയിലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വോട്ട് ഫോർ LDF എന്ന് പറയുന്ന, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുന്ന ഫ്ലെക്സ് ചൂണ്ടിക്കാട്ടിയാണ് അത് ജനങ്ങളുടെ പണമാണ് എന്നൊരു വിമർശനം ഉന്നയിക്കുന്നത്. ഇത്തവണത്തെ മത്സരമൊക്കെ എങ്ങനെയുണ്ട്?
മത്സരം ടോപ്പായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മതേതരത്വം പറഞ്ഞിട്ട് വർഗീയത പറഞ്ഞിട്ടാണ് കൂടുതൽ വോട്ട് മേടിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും. എല്ലാവരും പറയുന്നുണ്ട് അതോ ഈ ഫ്ലെക്സ് വെച്ച ആള് ഗോപാലകൃഷ്ണൻ തെറ്റുള്ള സത്യമാണ് ആള് പറഞ്ഞത്. ആ 100%. ഇവിടെ എപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല, മതം പറഞ്ഞിട്ടാണ് ഇവിടെ വോട്ട് തേടുന്നത്. ഗോപാലകൃഷ്ണൻ ഈ രീതി പറഞ്ഞതേ ഉള്ളോ? ഗോപാലകൃഷ്ണൻ സത്യം പറഞ്ഞു എന്ന് മാത്രം. സത്യസന്ധത പറഞ്ഞു ഗോപാലകൃഷ്ണൻ. സത്യസന്ധതയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊരു വർഗീയതായിട്ട് തോന്നുന്നില്ല. ഇതിലെന്താ വർഗീയത ഉള്ളത്? ബിജെപിക്കാരനാണോ? അല്ലല്ല അല്ല. ആക്റ്റീവ് പൊളിറ്റിക്സ് ഉണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നും പൊളിറ്റിക്സ്. ഓക്കെ. ഇങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. നമ്മൾ ഇന്ന് ക്ഷേത്രത്തിന് നടയിൽ വെച്ച് ഗോപാലകൃഷ്ണന്റെ പ്രതികരണം തേടുമ്പോൾ കണ്ടത് ആ രീതിയിൽ ചിന്തിക്കുന്ന ചിലരുടെ പ്രതികരണം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചു പേരെങ്കിലും സ്വാധീനത്തിലാക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ദുഃഖകരമായ കാര്യം. വോട്ടറാണ് അവിടുത്തെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ഇടതുപക്ഷം ജയിക്കും, ഉറപ്പാണ്, സംശയമില്ല. തിരിച്ചു പിടിക്കുമെന്നാണല്ലോ UDF പറയുന്നത്. ഒന്നും നടക്കില്ല. 10 വർഷത്തെ ഭരണത്തിന്റെ ഇതില് നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്. മണ്ഡലത്തില് നോക്കിയല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭരണം നോക്കി മൊത്തം നല്ല പാർട്ടിക്കാരനാണോ? പാർട്ടിക്കാരനാണോ? പാർട്ടിക്കാരൻ തന്നെ. ഞാൻ കൊല്ലം ട്രിവാൻഡ്രത്തുനിന്ന് വരാ. ശരി, എന്തായാലും വളരെ ശക്തമായി പറയുമ്പോ പാർട്ടിക്കാരനാണോ എന്നുള്ള ചോദ്യത്തിൽ ആ സത്യം മറക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? നല്ല ചൂടിലല്ലേ, നടക്കട്ടെ, ജയിക്കട്ടെ. നിലനിർത്തുമോ അതോ പിടിച്ചെടുക്കുമോ? പറയാൻ പറ്റില്ല. നല്ല മത്സരങ്ങളാണ്, തീർച്ചയായിട്ടും നല്ല മത്സരങ്ങൾ നടക്കട്ടെ. വിജയിക്കട്ടെ. ശക്തമായ മത്സരമാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണമെന്ന് പറയുന്നു. എന്തായാലും നമുക്കറിയാം, ശക്തമായ പ്രചരണം 3 മുന്നണികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. LDF മണ്ഡലം നിലനിർത്താൻ നോക്കുമ്പോൾ UDF പിടിച്ചെടുക്കാൻ നോക്കുന്നു. BJP കളമുറപ്പിക്കാനുള്ള ചില പ്രചരണ തന്ത്രങ്ങൾ ഗുരുവായൂർ മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വോട്ടാകുമോ, വോട്ട് കുറയ്ക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും ഗുരുവായൂരിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.